2015 ഒരു ഗ്രാം ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് 2634 രൂപയായിരുന്നു. ഇപ്പോൾ അത് നിയർലി 8000 അടുത്താണ്. അതുകൊണ്ട് തന്നെ എന്താ ഗവൺമെന്റ് ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഫൈനാൻസ് ബൈ നിതിൻ. 2011 ഒരു ഗ്രാം ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് 2640 രൂപയായിരുന്നു. 2015 ആവട്ടെ അതിന്റെ ഒരു ഗ്രാം ഗോൾഡിന്റെ വില 2634 രൂപ മാത്രം. അതായത് ആ ഒരു 4 കൊല്ലം പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള മൂവ്മെന്റ്സും ഗോൾഡിന് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഗവൺമെന്റ് ഇത് ട്രാക്ക് ചെയ്തപ്പോൾ ഗവൺമെന്റ് മനസ്സിലൊരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാരും ഇത് ഗോൾഡ് എന്ന സംഭവം ഒരു ഫിസിക്കലായിട്ട് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെയധികം ഒരു താല്പര്യം കുറവും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിലാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നൊരു സ്കീമായിട്ട് ഗവൺമെന്റ് വന്നത് 2015. സോ ഇതൊരു സ്കീം മാത്രമല്ല, അതിനിപ്പോൾ അവർ പറയുകയും ചെയ്തു 2.5% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും എല്ലാ കൊല്ലവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺസ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ് 8 കൊല്ലം വരെ ഹോൾഡ് ചെയ്താലെന്നും. അതായത് ആദ്യത്തെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തത് 26 നവംബർ 2015 അതിന് ആ സമയത്ത് വാല്യൂ 1 ഗ്രാമിന് 2684 രൂപ. അതുമാത്രമല്ല 2.75% ആ ഒരു കൊല്ലം ഇൻട്രസ്റ്റ് തരാൻ പറ്റുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സംഭവം 8 കൊല്ലത്തെ പ്ലാൻ കഴിഞ്ഞപ്പോൾ, അതായത് 2023 ആയപ്പോൾ 1 ഗ്രാം ഗോൾഡിന് വില 6132 രൂപയായിരുന്നു. അതായത് നവംബർ 30, 2015 100 ഗ്രാം ഗോൾഡ് നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ട് വഴി മേടിച്ചു എന്നാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വന്ന പൈസ എന്ന് പറയുന്നത് 2,68,400 രൂപ മാത്രമാണ്. ഇതേ സംഭവം 2023 ആയപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6,13,700 രൂപയാണ്. അതല്ലാതെ ഇൻട്രസ്റ്റ് മാത്രം ഒരു 59,000 നിങ്ങൾക്ക് വേറെയും കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടിയ എമൗണ്ട് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അതല്ലാതെ നമുക്ക് അവിടെ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ കംപ്ലീറ്റ്ലി 100% ടാക്സ് ഫ്രീ ആണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലൊരു അൺസർട്ടനിറ്റി നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗോൾഡിന്റെ പ്രൈസ് മേലോട്ട് പോകും. അതായത് 2019 ആ ഒരു കോവിഡ് ക്രാഷ് വന്ന സമയത്താണെങ്കിൽ പോലും ഏതാണ്ട് ഗോൾഡിന്റെ പ്രൈസ് ആ അടുത്ത കൊല്ലം തന്നെ ഒരു 35% മേലോട്ട് വന്നു. അതേപോലെ തന്നെ യുക്രൈൻ റഷ്യ വാർ വന്ന സമയത്തും ഇതിന്റെ പ്രൈസ് മേലോട്ട് പോയിരുന്നു. 2019 നിന്ന് 2024 മാത്രം ആ ഒരു 5 കൊല്ലം കൊണ്ട് തന്നെ ഗോൾഡിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 100% മേലെ വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെ നടന്നിട്ടും ഗവൺമെന്റ് എന്തുകൊണ്ടായിരിക്കും വീണ്ടും ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ ഇത്രത്തോളം താല്പര്യക്കുറവ് കാണിക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതായത് വേറൊന്നുമല്ല, നമ്മൾ നേരെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന സ്കീമിലേക്കാണ്. ഈ പൈസ പോകാൻ പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റിലേക്കും. ഗവൺമെന്റ് ഈ പൈസ എടുത്ത് അവരുടെ വേറെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ എടുക്കും. വല്ല റോഡോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്കീംസ് ഉണ്ടെന്നാണെങ്കിൽ ഈ പൈസ അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നാണ് നമുക്ക് ആ റിട്ടേൺസ് അവരെടുത്ത് ഇങ്ങോട്ട് തരുന്നത്. സോ നിങ്ങൾ വേറെ ഏത് തരത്തിലുള്ള ഗവൺമെന്റ് സ്കീംസ് നോക്കുകയാണെങ്കിൽ പോലും അവിടെ എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു 6 to 8% മാത്രമാണ്. പക്ഷേ ഇവിടെ സോവറിൻ ഗോൾഡ് ബോണ്ട് ആവട്ടെ 12 to 15% റിട്ടേൺസ് തരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസ ഗവൺമെന്റ് വേറെ വല്ല പ്രൊജക്റ്റിന് എടുത്താൽ പോലും 12-15% നമുക്ക് റിട്ടേൺസ് തിരിച്ചെന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഗവൺമെന്റ് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെയധികം താല്പര്യം കുറയ്ക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് 2022 2023 വെറും 4 വട്ടം മാത്രമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2017, 18, 19 കാലങ്ങളിൽ 14, 10 വട്ടം ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2024 ആവട്ടെ ഇതുവരെ ഒരു വട്ടം പോലും ഗവൺമെന്റ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുമില്ല. നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ ഗോൾഡിൽ ഫിസിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഡിജിറ്റലായിട്ട് തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ETF ഒരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഗോൾഡ് ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. അതിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ETF ഗോൾഡ് ബീസ് ആണ്. സോ ഇവിടെ ഏതാണ്ട് ഒരു 50 രൂപ 60 രൂപ മാത്രമേ ഇതിന് വാല്യൂ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോസ് ഗവൺമെന്റ് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് അവരുടെ സൈഡിൽ ഒരു ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ചാൻസ് കുറവാണ്. അങ്ങനെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പോലും ഇയർലി വൺസ് ഓർ ട്വൈസ് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഈ ETF സെൽ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയറും ചെയ്യുക. താങ്ക്